ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ് പ്രശാന്ത് സാർ 14 തവണ ബംഗ്ലാദേശ് ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നുവെന്ന്. 14 തവണ. അതൊരു ചെറിയ എണ്ണമല്ല 14 തവണ എന്ന് പറയുന്നത്. പക്ഷേ ഹിമന്ത് ബിശ്വ ശർമ്മ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതിശക്തമായ ഈ ഭാഷയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ബംഗ്ലാദേശിനെ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം മുഴുവനായി വേണ്ട. നമ്മളെ ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനങ്ങളോ അത്തരത്തിലുള്ള ഒരു സർവ്വസന്നാഹങ്ങളുടെ ഒന്നും യാതൊരു കാര്യമില്ല. ഈ ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലെയുള്ള ഒരൊറ്റ ഒരാൾ മതി ബംഗ്ലാദേശിനെ തീർക്കാൻ. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2 ചിക്കൻ നെക്കുകൾ. അതായത് ദുർബലമായ 2 ചിക്കൻ നെക്കുകൾ ബംഗ്ലാദേശിനുണ്ട് എന്നുള്ള കാര്യം അവർ വിസ്മരിക്കരുതെന്ന്. ഒരു താക്കീത് കൂടിയല്ലേ ഹിമന്ത് ബിശ്വ ശർമ്മ നൽകുന്നത് ബംഗ്ലാദേശിന്? തീർച്ചയായിട്ടും ഇന്ത്യ പറയാൻ വേണ്ടി വലിപ്പത്തിലുള്ള ഒരു രാജ്യമില്ല ബംഗ്ലാദേശ്. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ കൂടുതൽ ഇങ്ങനെ ഇങ്ങനെ തിളച്ചു മറിഞ്ഞപ്പം ഹിമന്ത് ബിശ്വ ശർമ്മ അതങ്ങ് പറഞ്ഞു. ഇപ്പൊ ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ബംഗ്ലാദേശിനെ കണ്ടിട്ടില്ലേ? ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് ശേഷം യൂനസിനെ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയോ? ഇന്ത്യയെ പിടിച്ചു കെട്ടാനെന്നുള്ള രീതിയിൽ ആ യൂനസിന്റെ അന്ന് തൊട്ടുള്ളത് പറച്ചിലും അവിടുത്തെ പ്രവർത്തനവും ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിലായാലും യൂനസിന്റെ കെയർ ഓഫിലായാലും ആലം എന്ന് പറഞ്ഞ ഒരു ഈ ഈ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തു, വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു വീരചെറുക്കനുണ്ട്. അവന്റെ നേതൃത്വത്തിൽ അവൻ ഇവിടുത്തെ മാപ്പ് വരയ്ക്കുന്നു, അവൻ തലയെച്ചൊറിയുന്നു, പൊങ്ങിച്ചാടുന്നു, ഇവിടുത്തെ പല സ്റ്റേറ്റുകളും പിടിക്കുമെന്ന് പറയുന്നു. ആകപ്പാടെ മൊത്തത്തിൽ കലഹം. ഇതിന് മറുപടി പറയാൻ ഇവിടുത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ഈ പറയുന്നത് പോലെ വിദേശകാര്യമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ഒന്നും തയ്യാറാവാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മറുപടി പറയാൻ വലിപ്പത്തിൽ പോലും ഇല്ല ഈ രാജ്യം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ബംഗ്ലാദേശ് ഈ പറയുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുണ്ട് 14 തവണയോ 140 തവണയോ ഉമാർ ആലോചിച്ചിട്ടുണ്ടാവും ഇന്ത്യ കയറി അടിക്കാൻ. പക്ഷെ ആലോചിക്കാൻ മാത്രം പ്രാപ്തിയുള്ളൂ. ആലോചിക്കുന്നുണ്ടോ എന്ന് പോലും, അതിന് പോലും പ്രാപ്തി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾക്കറിയത്തില്ല. ഈ ബംഗ്ലാദേശ് പട്ടാളത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാം. ബംഗ്ലാദേശ് പട്ടാളം ഇന്ത്യൻ BSFന്റെ എണ്ണത്തിന്റെ അത്രയും ഇല്ല. മാത്രവുമല്ല, ഈ ബംഗ്ലാദേശ് പട്ടാളത്തിന്റെ വേറൊരവസ്ഥ അറിയാമോ? പീസ് കീപ്പിങ്ങിന് വേണ്ടി UN കൂടെ ഏതാണ്ട് പകുതിയോളം പട്ടാളത്തെ വിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് പട്ടാളത്തിന് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാജ്യമല്ല. മാത്രമല്ല, ഏതെങ്കിലും UN പോലെടുത്ത് പോയാൽ അത്രയും പൈസ സേവിച്ചിട്ട് ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് അത്രയ്ക്ക് വലിപ്പത്തിലുള്ള ഒരു രാജ്യമുള്ള ആ രാജ്യം പറഞ്ഞ ഇന്ത്യയെ കയറി അടിക്കും. ഇന്ത്യയുടെ ഈ പറയുന്നത് പോലെ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനങ്ങൾ പിടിക്കും, വലുതാക്കും എന്നൊക്കെ പറയുന്നത് അവൻ പറഞ്ഞോട്ടെ. ഇവന് മറുപടി ഇപ്പൊ നിവർത്തി കെട്ടപ്പോൾ, മാത്രമല്ല അവിടെ വലിയ ആഭ്യന്തര വിഷയമാണ്. അന്നേരം നിവർത്തി കെട്ടപ്പോൾ വീണ്ടും ഇവർ ചൈനയിൽ പോകുന്നു. നമ്മുടെ ഈ സിലിഗുരി കോറിഡോർ എന്ന് പറഞ്ഞ ഒരു കോറിഡോർ ഉണ്ടല്ലോ, ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം, അവിടെ ഈ 2ാം ലോകമഹായുദ്ധകാലത്ത് പൊളിച്ചു കിടക്കുന്ന ഒരു എയർവേസ് ഉണ്ട്. ആ എയർവേസ് ചൈനയെ കൊണ്ടുവന്ന് മോഡി പിടിപ്പിക്കുന്നു. അപ്പൊ നമ്മളവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവൻ മോഡി പിടിപ്പിക്കുവോ, അതിന് തലയെക്കെട്ടുണ്ടാക്കുവോ, എന്താ വേണമെങ്കിലും ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ ഒരു നീക്കത്തിനകത്ത് വന്നാൽ നമ്മൾ അതാ കഴിഞ്ഞ ദിവസം അവിടെ ലോകത്തിലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ചിക്കൻ നെക്ക് അല്ലെങ്കിൽ സിലിഗുരി കോറിഡോറിന്റെ അവിടെ നമ്മൾ സൈനികാഭ്യാസമൊക്കെ നടത്തി. ഇനി ഒരു സംവിധാനത്തിൽ ഒരു യുദ്ധം വന്നാലും, ഏത് തരത്തിലുള്ള യുദ്ധം വന്നാലും അതിനെയൊക്കെ നേരിടാൻ പ്രാപ്തമായിട്ടുള്ള യുദ്ധാഭ്യാസമാണ് നടത്തിയത്. അപ്പൊ നമ്മൾ ഇതിനെല്ലാം തയ്യാറായിട്ടും അല്ല, നമ്മൾ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. പിന്നെ ഇവന്റെ ഈ തിളപ്പിനകത്ത് ഇവനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രവുമല്ല, ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷം ഒരു തട്ട് കിട്ടിയിരിക്കുകയാണല്ലോ. അപ്പൊ അടുത്തതിനകത്ത് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കരുത്, നമ്മളിത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം തലയും വാലും നമ്മളിഞ്ഞ് പെട്ടു. ഈ പറയുന്നത് ഒരു തലയും കാലും പെട്ടു. ഇതിന്റെ മേളില് ഒരു പ്രദേശം മേളിലാണ്. ആ പ്രദേശം എന്ന് പറഞ്ഞാൽ രാഗ്പൂർ സ്റ്റേറ്റ് എന്ന് പറയും. അതിനകത്ത് മുകളിൽ ഇന്ത്യയാണ്, ഇടതും വലതും ഇന്ത്യയാണ്. ഇത് എന്നിട്ട് അവിടെ വീക്കായിട്ടുണ്ട്. ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ സ്ഥലമുണ്ട്. ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. നമ്മളൊക്കെ 1 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. അല്ലെ, ഈ താടി മൊത്തം എടുക്കണ്ട, മീശ ഒന്ന് വെട്ടിയാൽ മതി എന്ന് ബാർബർ ഷോപ്പിൽ പോയി പറയത്തില്ലേ, അതുപോലെയുണ്ട്. അത്രയുള്ള പണിയേ ഉള്ളൂ. പിന്നെ ഇവന്റെ താഴെ കിടപ്പുണ്ട്. ആ താഴെ കിടക്കുന്ന പ്രദേശത്തിന്റെ പേര് ചിറ്റഗോൻ മേഖല. അതിനകത്ത് ഒരു സൈഡ് ഈ പറയുന്ന പോലെ കടലാണ്, ബാക്കി നമുക്ക് ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് ഉണ്ടല്ലോ,
ഇപ്പം അവിടുത്തെ ഈ സ്റ്റേറ്റിന്റെ പേര് നമ്മൾ ഇപ്പം BJP കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ CPM അടക്കി പിടിച്ച് വെച്ചിരുന്ന ഒരു 10-35 കൊല്ലം കൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ത്രിപുരയിൽ കൂടി അവിടെ കയറി പിടിക്കും. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈ പറയുന്നത് പോലെ, മോഹൻലാൽ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ, ഈ വീട് ഒഴിപ്പിക്കുന്നതിന് ഞാൻ ഒരു രാത്രി കൊണ്ട് ബോംബെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ചേരികൾ ഒഴിപ്പിച്ചിട്ടുള്ള എനിക്ക് ഈ വീട് ഒഴിപ്പിക്കുന്നത് ഒരു പൂവറിക്കുന്ന ലാഘവത്തോടു കൂടി നടത്താമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ പിന്നെ ഇവൻ കിടന്നങ്ങ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ചിക്കൻ നെക്ക് ഞങ്ങൾ പിടിക്കും, അതിനുശേഷം 7 സംസ്ഥാനങ്ങൾ പിടിക്കും, ഇന്ത്യ ഞങ്ങൾ തകർക്കും, ഇന്ത്യ ഞങ്ങൾ കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് കിടന്ന് കുറെ ആൾക്കാരും ഇത് പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാരും പിന്നെ ഈ വിവരദോഷികളായിട്ടുള്ള കുറെ അധിഷ്ഠിതമായിട്ടുള്ള ആൾക്കാരെയൊക്കെ നിലയ്ക്ക് നിർത്തുന്നതിനകത്ത് നിൽക്കുമ്പോൾ, അതിന്റെ കൂടെ നമുക്കിത് പറയുമ്പോൾ, പലവട്ടം പറയുമ്പോൾ, ഒരു വട്ടം ഒരു കാര്യം ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയെ അറിയാമല്ലോ, ആസാമിന്റെ മുഖ്യമന്ത്രിയാണ്. അയാൾ ഒന്നിനെയും വെല്ലുന്നവനല്ല, ഒന്നും കൂസുന്നവനല്ല, ഏറ്റവും കരുത്തന. UP-യിൽ എനിക്ക് തോന്നുന്നു യോഗി ഈ പറയുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയും കൂടെ ഒക്കെ തൊലം ചെയ്താൽ ആരാ മുമ്പിൽ എന്ന് പറഞ്ഞു നിൽക്കുക. ഏറ്റവും കൂടുതൽ ത്രെട്ടുള്ള ഒരു സംസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ വിഷയങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിനകത്ത് എല്ലാവരെയും വരുതിക്കാക്കി ആ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. മാത്രമല്ല ആസാമിന്റെ അതിർത്തി സംസ്ഥാനമായിട്ടൊക്കെ വരും. ഇപ്പൊ എല്ലാ രീതിയിലും ഉള്ള പ്രശ്നങ്ങൾ വളരെ നിസ്സാരമായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന, ഏതിനും അഭിപ്രായം പറയാനും അല്ലെങ്കിൽ ഏതിനും അഭിപ്രായം പറയാൻ കഴിവുള്ളതുമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്, പ്രധാനപ്പെട്ട നേതാവാണ്. ഇദ്ദേഹം നേരത്തെ എനിക്ക് കോൺഗ്രസിന്റെ പ്രബലനായിട്ടുള്ള നേതാവ്. കോൺഗ്രസിനകത്ത് ഈ കൊള്ളാവുന്നവരെ നിർത്താൻ പറ്റത്തില്ലല്ലോ, അഴിക്കാലിനകത്ത് എല്ലാവർക്കും നിൽക്കാൻ ഒക്കത്തില്ലല്ലോ, കുറെ നിന്ന് കഴിയുമ്പം. അപ്പൊ അയാൾക്ക് യോഗ്യമായിട്ടുള്ള പാർട്ടി ഇതാണെന്ന് തോന്നി അയാൾ ഇതിനകത്ത് വന്ന് പ്രവർത്തിച്ചു മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത്, ബംഗ്ലാദേശിനകത്ത് ഈ യൂനസിനെ തട്ടിയെടുത്ത് ദൂരെ കളയാനുള്ള സംവിധാനം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് പട്ടാളം കഴിഞ്ഞ ദിവസം നമ്മൾ ടോക്കിനകത്ത് ചെയ്തപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു പറയുന്നുണ്ട്, ഞാൻ നമ്മുടെ മീഡിയ മലയാളത്തിനകത്ത് പട്ടാളം ഇതാക്കെ പിടിച്ച് അവിടെ നിലയുറപ്പിച്ച് ടാങ്കർ നിർത്തിയിരിക്കുന്നു, ആൾക്കാരെ ക്രിമിനൽസിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അതിന് സെറ്റാക്കി അനൗൺസ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഈ യൂനസിനെ ഒരു പരിധിയിലാക്കി ഏത് സമയവും പട്ടാള ഭരണത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുക. അപ്പൊ യൂനസ് ഇതിനകത്ത് ഈ ജിമുക്കോ കാണിച്ച് വീണ്ടും അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കി നിലനിന്ന് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അത് ഈ പറയുന്ന ഓരോ സമയവും ജിയോ പൊളിറ്റിക്സിനകത്ത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് എപ്പോഴാകും എന്താകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു തർക്കമേ ഉള്ളൂ. ഈ പട്ടാള ഭരണം പട്ടാള ഭരണം ഏറ്റെടുക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം വളരെ കൂടുതലാണ്. അല്ലാതെ പട്ടാളത്തിന് പേടിച്ചിട്ടൊന്നുമല്ല. ഏറ്റെടുത്തു കഴിഞ്ഞാൽ രാജ്യത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ പ്രാപ്തമായിട്ടുള്ള സാമ്പത്തിക സംവിധാനം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബംഗ്ലാദേശിലില്ല. നേരത്തെ വളരെ വൃത്തിയായിട്ട് ഹസീന ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ഈ പറയുന്നത് പോലെ വലിയ സമ്പന്നമൊന്നുമല്ല, സമ്പന്നമാക്കി അവർ വൃത്തിയായിട്ട് ബിസിനസ്സും കാര്യങ്ങളും മറ്റതും ഒക്കെ നടത്തിക്കൊണ്ടുപോയി രാജ്യത്തെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാം തകർന്നു. നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാൽ പണി കൊടുക്കാൻ പറ്റുന്ന എല്ലാ പണിയും കൊടുത്ത് കയറ്റുമതി ഇറക്കുമതി എല്ലാം നിന്നു. ഈ അതിനകത്തെ മാനുഫാക്ചറിങ് എല്ലാം, തുണിയുടെ വ്യവസായം ഒക്കെ നിലച്ച് എല്ലാ രീതിയിലും നിലച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഭരണം ഏറ്റെടുക്കാൻ സമ്പന്നമായിട്ട് നിൽക്കുമ്പോഴാണല്ലോ ഭരണം കിട്ടിയാലൊരു സുഖമുള്ളല്ലോ. സമ്പന്നമല്ലാത്ത ദരിദ്രമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്താൽ ആ ഭരണാധികാരി അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പട്ടാളത്തെ മൊത്തവും സജ്ജമാക്കി നിൽക്കുക. UN-ലൊക്കെ പോയിരിക്കുന്ന പട്ടാളത്തെയും കൂടെ തിരിച്ചു വിളിക്കേണ്ടി വരും പട്ടാള ഭരണം തിരിച്ചു കൊണ്ടുവന്നാൽ. ഇപ്പൊ യൂനസിനെ അവിടെ ആക്കുന്നതിന്റെ പുറകിൽ അമേരിക്ക ആയിരുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ്. ബൈഡന്റെ കാലത്ത് അമേരിക്ക അദ്ദേഹത്തെ കൊണ്ടുവന്നു. അപ്പൊ അവർക്കിടെ ഒരു പ്രഷറും കാണുമല്ലോ, ഇവനെ മാറാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രഷർ. അപ്പൊ ഈ പ്രഷറിനെ എല്ലാം അതിജീവിച്ച് ഒരുപക്ഷെ പട്ടാള ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത് ജനാധിപത്യ രീതിയിലുള്ള ഭരണത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ജനാധിപത്യ രീതിയിലുള്ള ഭരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ അവാമി ലീഗും അല്ലെങ്കിൽ BNP ഒക്കെ മത്സരിച്ച് ആരാണ് ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത്, അതിന് സാധ്യത കൂടുതലുള്ളത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇലക്ഷൻ നടന്നാൽ ഈ പറയുന്ന ഹസീനയ്ക്ക് തന്നെയായിരിക്കും. അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമം ഇന്ത്യ കൂടുതലായിട്ട് നടത്തുന്നുണ്ടാവും. അപ്പം അത് എപ്പോ വേണം, ഏത് സമയം വേണം എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു ആലോചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനത്തിനകത്ത് തർക്കത്തിന്റെ വിഷയം ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലെങ്കിൽ എപ്പോഴേ പട്ടാളം അവിടെ ഭരണം ഏറ്റെടുത്തതിന്, പട്ടാള ഭരണം ഏറ്റെടുത്ത് നേരത്തെ നിന്നിട്ടുള്ള രാജ്യമാണ്. അങ്ങനെ 78-ൽ അറിയാമല്ലോ, പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നും പട്ടാള ഭരണം വരുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. പട്ടാളം ഒരു ഉത്തരവാദിത്യം ഇങ്ങോട്ട് വന്നിട്ട് പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും ഒക്കെ പിടിച്ച് അവരുടെ കസ്റ്റഡി വെച്ചിട്ട് അല്ലെങ്കിൽ വെളുതടങ്കിൽ വെച്ച് പട്ടാള ഭരണം ഏറ്റെടുത്തു. ഏതായാലും പട്ടാള ഭരണം വന്നാലും കൊള്ളാം, പോലീസ് ഭരണം വന്നാലും കൊള്ളാം, ഏത് ഭരണം വന്നാലും കൊള്ളാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബംഗ്ലാദേശ് എന്ന ഒരു
കാര്യവുമല്ല. അതുകൊണ്ടാണ് ഹിമന്ത് ബിശ്വ ശർമ്മ നിങ്ങൾ ഞങ്ങളുടെ ചിക്കൻ നെക്ക് ഒന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കണ്ട, നിന്റെ തലയും വാലും ഞങ്ങള് വെട്ടിക്കൊണ്ടു പോകും, അല്ലെങ്കിൽ നിനക്ക് 2 ചിക്കൻ നെക്ക് ഉണ്ട്, 1 മണിക്കൂറത്തെ പണിയില്ല, തീർത്ത് പണിയില്ല, നീ മനസ്സിലാക്കിക്കോണം. കാരണം ഇവന്മാർക്ക് ബോധം വലുതായിട്ടില്ല. കാരണം ഇവന്മാർക്ക് ഒന്നും അറിയത്തില്ല. ഇവന്മാർക്ക് നമ്മുടെ ചിക്കൻ നെക്ക് കാണാൻ പറ്റും, അവന്മാരുടെ രാജ്യത്തിന്റെ മാപ്പ് വൃത്തിയായിട്ട് കാണാൻ പറ്റില്ല. അത്രയ്ക്കുള്ള ബോധമേ ഉള്ളൂ. കാരണം ഈ മതവും മറ്റേതും മറിച്ചതും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു രാജ്യസ്നേഹം ഇല്ലാത്തവനെ, അല്ലെങ്കിൽ രാജ്യം വിറ്റ് കാശ് മേടിച്ച് സ്വന്തം മോക്ക് കാർ മേടിച്ചു കൊടുക്കാൻ നിൽക്കുന്ന ഊനസിനെ പോലുള്ളവനെ ബംഗ്ലാദേശിന്റെ മാപ്പ് പോലും ചെയ്യുക വൃത്തിയായിട്ട് കണ്ടു കാണത്തില്ല. അപ്പം ഹിമന്ത് ബിശ്വ ശർമ്മ കാണിച്ചു കൊടുത്തപ്പോ നോക്കിക്കാണാം, അയ്യോ ഇങ്ങനെ 2 പ്രദേശം ഉണ്ടല്ലോ, മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്, പണി 1 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. ഇപ്പുറത്തെ ഈ സിന്ദൂരിന്റെ ഒക്കെ കാര്യം കണ്ടു കഴിഞ്ഞപ്പം ഇന്ത്യ എന്തുവാന്നുള്ള കാര്യത്തിനെ പറ്റി ഏകദേശം ഒരു ധാരണ കാണാം. കാരണം 1-2 വീഡിയോസ് കണ്ടാൽ മതി, ഏകദേശം ഒരു ധാരണ വന്നതാണ്. അപ്പം ഈ യൂനസിനെ അടിക്കും പിടിക്കുന്നൊക്കെ പറഞ്ഞതിനകത്ത് അവിടുത്തെ നമ്മൾ വെളിയിൽ വിട്ട വീഡിയോ കണ്ടാൽ മതി, നമ്മൾ എന്താണ് അവിടെ ചെയ്തത്, എന്താണെന്ന് സൈന്യം വെളിയിൽ വിട്ടിട്ടുണ്ട് ലോകം മൊത്തം കാണാൻ വേണ്ടിയുള്ള. അപ്പൊ ആ വീഡിയോ 1-2 എടുത്തു വെച്ച് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞ്, കളിക്കരുത്, കളിച്ചാൽ നിന്നെ ഇവിടെ ചിക്കൻ നെക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ അത് ഞങ്ങള് എന്തോ വേണം, ഞങ്ങളുടെ സ്ഥലം സംരക്ഷിക്കാനുള്ള പ്രാപ്തിയും കരുത്തും ഒക്കെ ഞങ്ങൾക്കുണ്ട്, നിന്റെ 2 ഭാഗം കൂടെ ഞങ്ങൾ വെട്ടിയെടുത്തിട്ട് കൊണ്ടുവരും. പിന്നെ ഈ പറയുന്ന പോലെ പോർട്ടുണ്ടോ, അല്ലെങ്കിൽ കടലിന് തീരമുണ്ടോ, മറ്റേ തീരമുണ്ടോ എന്നൊന്നും താഴെ വെട്ടിയെടുത്താൽ അവന് കടലിലോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംവിധാനം എല്ലാം ബ്ലോക്ക് ആവും. മേളത്തെ നമ്മുടെ മൊത്തം ഭാഗം നമ്മുടെ 4 സൈഡും ഇന്ത്യ നിൽക്കുന്നു. ഇവിടെ ഒരു സൈഡ് ഈ പറയുന്ന സമുദ്രമാണ്, മറ്റേ സൈഡ് ഈ ത്രിപുരയുടെ ഭാഗമായിട്ട് അവിടെ നിന്ന് നമുക്ക് കയറാൻ പറ്റും. അപ്പൊ ഇത്രയും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ത്രിപുര ഇന്ത്യക്ക് പറയാൻ വേണ്ടിയുള്ള വലിപ്പമൊന്നും അതിനില്ല. അമേരിക്ക പോലെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞേക്കും. ഇന്ത്യക്ക് പറയാൻ വേണ്ടിയുള്ള കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഒരു ആസാം മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിച്ചത്. അത്രയും കരുതിയാണ്. തീർച്ചയായാലും എന്തായാലും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ബംഗ്ലാദേശിന് വ്യക്തമായ ശക്തമായ ഒരു മറുപടി നൽകി എന്ന് വേണം കരുതാൻ. ഇന്ത്യയുടെ ചിക്കൻ നെക്കിനെ ആക്രമിക്കും, അല്ലെങ്കിൽ അതുവഴി ഒരു ആക്രമണം ഇന്ത്യയിലേക്ക് നടത്തും എന്ന് പറഞ്ഞ ബംഗ്ലാദേശിന് അവരുടെ ചിക്കൻ നെക്കുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.